നമ്മളൊക്കെ ഈ പരസ്യങ്ങളുടെ പുറകെ പോകുന്നവരാണ്. പലപ്പോഴും തിക്താനുഭവങ്ങൾ വന്നാലും നമ്മൾ പഠിക്കില്ല. കാരണം നമ്മൾ മലയാളികളാണ്. മലയാളികളെക്കുറിച്ച് അന്യനാട്ടിലൊക്കെ ഒരു ചൊല്ലുണ്ട്, ഒരു മലയാളിയാണോ അവനെ വേഗം കളിപ്പിക്കാമെന്ന്. അവൻ കണ്ണുമടച്ച് വിശ്വസിച്ചോളും. അതുകൊണ്ടാണ് കോടിക്കണക്കിന് രൂപ ഓൺലൈൻ തട്ടിപ്പിലും മറ്റും പെട്ട് നഷ്ടപ്പെടുന്നത്. പലപ്പോഴും സമൂഹ മാധ്യമങ്ങളിൽ വരുന്ന പരസ്യങ്ങൾ വില്ലനാകാറുണ്ട്. തെറ്റായ വിവരങ്ങൾ പരസ്യം ചെയ്ത ആളുകളെ വീഴ്ത്തുന്നു. അതൊരു സ്ഥിരം സംഭവമായി കഴിഞ്ഞു. ഞാൻ ഇന്നലെ ഫേസ്ബുക്കിൽ ഒരു കാറിന്റെ പരസ്യം കണ്ടു. ആ പരസ്യത്തിൽ കണ്ട ബട്ടണിൽ അമർത്തി സെക്കൻഡുകൾക്കകം ആ കാറിന്റെ കമ്പനിയിൽ നിന്ന് കോൾ വന്നു. നിങ്ങളെ ഞങ്ങളുടെ സെയിൽസ് എക്സിക്യൂട്ടീവ് കോൺടാക്ട് ചെയ്യുമെന്ന്. കുറച്ച് കഴിഞ്ഞപ്പോൾ സെയിൽസ് എക്സിക്യൂട്ടീവ് വിളിച്ചു. അയാൾ പറഞ്ഞതൊന്ന് കേൾക്കാം. സാർ, ഞാൻ ടാറ്റ മോട്ടോഴ്സ് വിളിച്ചതാണേ. ആ. സാർ, ഒരു ടിയാഗോ ഇവിയുടെ എൻക്വയറി നടത്തിയിട്ടില്ലായിരുന്നു സാർ? അതെ. ഞാൻ ഇതിന്റെ ഡീറ്റെയിൽസ് അറിയാനായിട്ട് വിളിച്ചതാണ്. പറഞ്ഞോ. നമുക്ക് രണ്ട് മിഡ് റേഞ്ച് വരുന്നിട്ട് 250 കിലോമീറ്ററും ലോങ് റേഞ്ച് 315 കിലോമീറ്ററാണ് വരുന്നത്. അത് മിഡ് റേഞ്ച് ആയിരിക്കും ലോങ് റേഞ്ച് ആയിരിക്കും നോക്കുന്നത്? എനിക്ക് ബേസ് മോഡല് പിന്നെ മാക്സിമം മൈലേജ് കിട്ടുന്ന ഏതാ? സാർ, ബേസ് മോഡൽ വന്നിട്ട് നമുക്ക് 871 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എക്സി എന്ന് പറയുന്ന വേരിയന്റ്, ബേസ് വേരിയന്റ്. അത് മിഡ് റേഞ്ച് ആണ്. അതിനകത്ത് നമുക്ക് AC, പവർ സ്റ്റിയറിംഗ്, ഡ്യുവൽ എയർ ബാഗ്, ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. നമുക്ക് ബാക്കിയുള്ള ഫീച്ചർ ഒന്നും ബേസ് വേരിയന്റിൽ വരുന്നില്ല. നമുക്ക് രണ്ടാമത്തെ വേരിയന്റ് അതായത് എക്സി കഴിഞ്ഞിട്ട് XT എന്ന് പറഞ്ഞ വേരിയന്റ് ആണ് രണ്ടാമത്തെ വേരിയന്റ്. അതും മിഡ് റേഞ്ച് ആണ്. അതിനകത്ത് 4 സ്പീക്കർ, 4 പവർ വിൻഡോസ്, മിറർ അഡ്ജസ്റ്റ്മെന്റ്, 7 ഇഞ്ചിന്റെ ഡിസ്പ്ലേ, ബാക്ക് സെൻസേഴ്സ്. പവർ വിൻഡോ മറ്റേനകത്ത് ബേസ് മോഡലിൽ വരുന്നില്ലയോ? ബേസ് മോഡലിൽ പവർ വിൻഡോ വരുന്നില്ല സാർ. അതിന്റെ റേഞ്ച് എങ്ങനെയാ? 250 കിലോമീറ്റർ ആണ് കമ്പനി ക്ലെയിം ചെയ്യുന്നത്. നമുക്ക് റിയൽ ടൈം കസ്റ്റമേഴ്സിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് സിറ്റിയിലൊക്കെ ഒരു 180ഉം, ലോങ് പോകുമ്പോൾ 120, 130 റേഞ്ച് ആണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ലോങ് പോകുമ്പോ എന്തോ കുറവാണോ? 190, 190, 200 ആണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. സോറി, സിറ്റിയിലൊക്കെ 250 കിട്ടും, ലോങ് അല്ല, പോകുമ്പോൾ 250 കിട്ടില്ല സാർ. 250 കിട്ടില്ല. കമ്പനി ക്ലെയിം ചെയ്യുന്നത് 250 മൈലേജ് ആണ്. നമുക്ക് റിയൽ ടൈമിൽ കസ്റ്റമേഴ്സിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് 170 ഒക്കെയാണ്. 170, 180 ഒക്കെയാണ് സിറ്റിയിൽ. ലോങ് പോകുന്ന സമയത്ത് 200, 210 വരെ കിട്ടും. സിറ്റിയിൽ 170 ഒക്കെ നോക്കിയാൽ മതിയോ? ബേസ് മോഡലിന്റെ വില എത്രയാണെന്ന് പറഞ്ഞേ? 871. നമുക്ക് 871 ആണെങ്കിൽ നമുക്ക് ഓഫർ 70,000 രൂപയാണ്. 70,000 രൂപയാണ് കൺസ്യൂമർ ഓഫർ വരുന്നത്. സാറിന്റെ വീട്ടിൽ സോളാർ ഉണ്ടോ? ഇല്ല. ഇല്ല. നമുക്ക് സോളാർ ഓഫർ വരുന്നുണ്ട് സാർ. ഇപ്പൊ സാർ എന്തെങ്കിലും വർക്ക് ചെയ്യുകയാണോ അതോ ബിസിനസ് ആണോ, എങ്ങനെയാണ് സാർ? നിങ്ങളുടെ സോഷ്യൽ മീഡിയയിലെ പരസ്യം 5 ലക്ഷത്തി സംതിങ് ആണല്ലോ അതിനകത്ത് പരസ്യം കാണിച്ചിരിക്കുന്നത്. സാർ, ടോട്ടൽ ഓഫർ അപ് ടു ഇത്ര, അത് കഴിഞ്ഞിട്ടുള്ള ഓഫറുകളാണ് അവർ കാണിച്ചിരിക്കുന്നത്. അതായത് നമുക്ക് ഇന്ന കാറ്റഗറി ഉണ്ട്, എക്സ്ചേഞ്ച് ഉണ്ട്, കൺസ്യൂമർ ഓഫർ വരുന്നുണ്ട്, ഇപ്പൊ സോളാർ ഓഫർ, കോർപ്പറേറ്റ്, അങ്ങനെയൊക്കെ ഉള്ള പല സെഗ്മെന്റും കൂടി ചേർന്നാണ് ഇത്ര രൂപയ്ക്ക് എക്സ്ഷോറൂമിൽ പ്രൈസ് തരാമെന്ന് അവർ പറയുന്നത്. അത് ജസ്റ്റ് അവർ മാർക്കറ്റിംഗിന്റെ ഒരു ഭാഗമായിട്ട് അവർ പറയുന്നതാണ്. അത് തട്ടിപ്പല്ലേ? തട്ടിപ്പല്ലേ സാർ, അത് കറക്റ്റ് ആണ് അവർ പറയുന്നത്. എങ്ങനെ കറക്റ്റ് വരുന്നത്? നമ്മളിപ്പോ ഒരാൾ മനസ്സിലാക്കുന്നത് എന്തോ, ഓൺ റോഡ് 8 ലക്ഷം വരുന്ന 7 ലക്ഷത്തി സംതിങ് വരുന്ന വണ്ടി നിങ്ങൾക്ക് 2 ലക്ഷത്തി സംതിങ് കണ്ട് ഓഫർ വെച്ചിട്ട് 5 ലക്ഷത്തി 72 അങ്ങനെയാ അത്രേ വരുന്നുള്ളൂ, ഇന്ന് തന്നെ ബുക്ക് ചെയ്യൂ എന്നൊക്കെ പറഞ്ഞ് പരസ്യം കാണിച്ചിട്ട് നിങ്ങൾ ഇങ്ങനെ പറയുന്നത് എന്താണ് സാർ? അതാണ് ഞാൻ പറഞ്ഞത് സാർ, ഇങ്ങനെയല്ല ഓഫർ കൂടി ചേർന്നിട്ടാണ്. അതായത് കൺസ്യൂമർ ഓഫർ 70,000, നമുക്ക് എക്സ്ചേഞ്ച് ഉണ്ടെങ്കിൽ എക്സ്ചേഞ്ച് ഓഫർ 30,000. ഞാൻ പറഞ്ഞില്ല, ഇതെല്ലാം കൂടി ചേർന്നിട്ടാണ് ഇത്ര പ്രൈസ് കുറവ് വരുന്നത്. പരസ്യത്തിൽ അങ്ങനെ അത്ര അല്ലല്ലോ, അങ്ങനെ പറയുന്നില്ലല്ലോ പരസ്യത്തിൽ. അവരങ്ങനെ ഒരിക്കലും പരസ്യത്തിന് പറയത്തില്ലല്ലോ സാർ. അതെന്താ പറയത്തെ? അത് ആളുകളെ കളിപ്പിക്കുമല്ലേ? കളിപ്പിക്കുകയാണെന്ന് ചോദിച്ചാൽ ഇത് എല്ലാം ഒരു ടാറ്റ മാത്രമല്ല, എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യം, നോർമലി ചെയ്യുന്ന കാര്യമാണ് സത്യത്തിൽ. 799 നമുക്ക് ബേസ് വേരിയന്റിന്റെ എക്സ്ഷോറൂം പ്രൈസ് വരുന്നത്. അതിനകത്തുനിന്ന് ഈ ഒരു 1 ലക്ഷം രൂപ 1 സംതിങ് കുറയുമ്പോഴാണ് സാർ ഉദ്ദേശിക്കുന്ന 5 സംതിങ്ങിന് വണ്ടി കിട്ടാം, 6 സംതിങ്ങിന് വണ്ടി കിട്ടും എന്നുള്ള രീതി കാണിക്കുന്നത്. ആ ഓഫർ എല്ലാം, പക്ഷെ ആ ഓഫർ നമ്മൾ എലിജിബിൾ ആവണം, അത്രേ ഉള്ളൂ. ആ ഓഫർ എന്തോ എലിജിബിൾ ആവുന്ന എന്തോ? സാറിന് എക്സ്ചേഞ്ച് ഉണ്ടെങ്കിൽ എക്സ്ചേഞ്ച് ഓഫർ 30,000 കിട്ടും. കൺസ്യൂമർ ഓഫർ വണ്ടി എക്സ്ചേഞ്ചോ അല്ലെങ്കിൽ ഞങ്ങൾ സോളാർ എടുക്കാനോ പറ്റാത്ത ഒരാൾക്ക് അപ്പൊ കിട്ടുന്നത് ഫുൾ വിലയും കൊടുക്കണം. 70,000 രൂപയാണ്. അങ്ങനെ കൊടുക്കാൻ പറ്റില്ല സാർ. അത് അങ്ങനെയാണ് അവരൊരു, അറിയാലോ, ഒരു മാർക്കറ്റിംഗ് തന്ത്രം എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ സാർ. സാറ് ശരി. അപ്പോൾ പരസ്യത്തിൽ പറയുന്നതല്ല നമ്മൾ കാര്യത്തോടെടുക്കുമ്പോൾ കിട്ടുന്നത്. ആ എക്സിക്യൂട്ടീവ് തന്നെ പറയുന്നുണ്ട് പരസ്യത്തിൽ അങ്ങനെയൊക്കെ പറയുമെന്ന്.
അപ്പോൾ ആളുകളെ പറ്റിക്കാൻ ഇങ്ങനെ പല ഉടായ്പകളും നടത്തും. ഇങ്ങനെയുള്ള പരസ്യങ്ങളിൽ നമ്മൾ ആകൃഷ്ടരായി വീണുപോകും. അങ്ങനെ വീഴ്ത്താനല്ലേ ലക്ഷങ്ങൾ മുടക്കി പരസ്യം ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെന്ന് ചാടിക്കൊടുക്കരുത്. സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട.